നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഒരു സെന്റർ ബാക്കിനെയാണ്. കാരണം അവരുടെ സൂപ്പർ താരമായിരുന്ന നാച്ചോ ഇപ്പോൾ ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. പകരം ലെനി യോറോയെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു റയൽ മാഡ്രിഡ് ഉണ്ടായിരുന്നത്. എന്നാൽ വലിയ തുക നൽകിക്കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യോറോയെ സ്വന്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മറ്റൊരു ഡിഫൻഡറായ ഡേവിഡ് അലാബ ഇപ്പോഴും പരിക്കിൽ നിന്നും മുക്തനായിട്ടുമില്ല. ഒരു മികച്ച സെന്റർ ബാക്കിന്റെ അഭാവം അത് റയലിനെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. അൽ നസറിന്റെ സ്പാനിഷ് ഡിഫൻഡറായ ഐമറിക് ലപ്പോർട്ടയെ കൊണ്ടുവരാൻ റയലിന് താല്പര്യമുണ്ട്. പക്ഷേ ട്രാൻസ്ഫർ ഫീ മുടക്കാൻ അവർ തയ്യാറല്ല. അൽ നസറുമായുള്ള കോൺട്രാക്ട് റദ്ദാക്കിക്കൊണ്ട് ലപ്പോർട്ട വരികയാണെങ്കിൽ മാത്രമാണ് റയൽ മാഡ്രിഡ് സ്വീകരിക്കുക. എന്നാൽ കോൺട്രാക്ട് റദ്ദാക്കാൻ അൽ നസർ തയ്യാറായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്ഫർ അവിടെ സങ്കീർണമായിക്കൊണ്ട് നിലകൊള്ളുകയാണ്. ഇതിനിടെ റയൽ മാഡ്രിഡ് അർജന്റീൻ പ്രതിരോധ നിര താരമായ ക്രിസ്ത്യൻ റൊമേറോയ്ക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ ഗാസ്റ്റൻ എഡൂൾ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. റയൽ ടോട്ടൻഹാമിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. എന്നാൽ ഉടൻ തന്നെ ടോട്ടൻഹാം അത് റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. റയലുമായി ചർച്ചകൾ നടത്താൻ അവർ തയ്യാറായിരുന്നില്ല. റൊമേറോയെ വിട്ടു നൽകാൻ തങ്ങൾ ഒരുക്കമല്ല എന്നതാണ് ടോട്ടൻഹാമിന്റെ നിലപാട്. അതേസമയം മറ്റൊരു മാധ്യമ പ്രവർത്തകന്റെ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത് ടോട്ടൻഹാം 150 മില്യൺ പൗണ്ട് താരത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇതോടുകൂടി റയൽ മാഡ്രിഡ് അതിൽ നിന്നും പിൻവാങ്ങി എന്നാണ് ആ ഒരു മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചുരുക്കത്തിൽ റൊമേറോയെ ടോട്ടൻഹാം വിൽക്കുകയില്ല. ഇനി അഥവാ വിൽക്കുകയാണെങ്കിൽ തന്നെ വലിയ ഒരു തുക അദ്ദേഹത്തിന് വേണ്ടി ആവശ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഇതോടുകൂടിയാണ് റയൽ മാഡ്രിഡ് ഈ ഒരു അർജന്റീൻ സൂപ്പർ താരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.